ഹലോ. അതെ, നമുക്ക് 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? ഏലാഞ്ചി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുട്ടക്കഴ. അപ്പം നമ്മളിവിടെ ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് സോൾട്ട് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ ബീറ്റ് ചെയ്തതിനകത്തോട്ട് നമുക്ക് ഒരു 2 കപ്പ് മൈദ ഇടുക. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലൊരു ബാറ്റർ പോലെ ആക്കിയെടുക്കണേ. ബാറ്റർ എന്ന് പറയുമ്പോൾ വലിയ കട്ടിപ്പൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഇതേപോലെ നല്ല ലൂസായിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കുക. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഷുഗർ, പഞ്ചസാര എടുക്കുക. അതിലേക്ക് 2-3 ഏലക്ക ഇട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കുക. എന്നിട്ട് 1 കപ്പ് തേങ്ങ അതൊരു പാനിലൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് വറുക്കൊന്നും വേണ്ട. കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് ആ മധുരം ഉണ്ടല്ലോ, നമ്മൾ പഞ്ചസാരയും ഏലക്കയും പൊടിച്ച് വെച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ. ഒരുപാടിട്ട് വറുക്കൊന്നും വേണ്ട. പിന്നെ പാനെടുത്ത് താഴെ വെച്ച് ആ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആ ബാറ്ററില്ലേ, അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നെയ്യ് തടവിയിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചത് ദോശ, നമ്മൾ പ്ലെയിൻ ദോശ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അത്ര കട്ടി മതി കേട്ടോ. വലിയ കട്ടിപ്പൊന്നും വേണ്ട. ചെറിയ രീതിയിൽ നൈസായിട്ടൊന്ന് പരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ, അതും കൂടെ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഏത് ഷേപ്പിലാണെങ്കിലും ഫോൾഡ് ചെയ്യാം കേട്ടോ. നീളത്തിലും ചതുരത്തിലും ഒക്കെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഏലാഞ്ചി അല്ലെങ്കിൽ മുട്ടക്കഴലപ്പം എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അങ്ങനെ 1, 2, 3, 4 അങ്ങനെ 5-6 ആയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ ഈ ഒരു സ്നാക്ക്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.